ഇന്ന് എല്ലാവരും എണീക്കാൻ ലേറ്റായിട്ടോ. മോൾക്കിന്ന് പോകാനില്ലല്ലോ, അപ്പോൾ ഞാനും ലേറ്റായിട്ട് എണീറ്റത്. അതൊരാൾ എണീറ്റ് വരുന്നുള്ളൂ. ഏട്ടൻ ബാത്റൂമിലാണ്. അപ്പോൾ ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് പറയുമ്പോൾ, ഇന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ, ഞങ്ങൾക്കൊരു അനിയത്തിയുണ്ട്. ശരിക്കുള്ള പേര് മേഘ വിശ്വനാഥ് എന്നാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് കിങ്ങിണി എന്നാണ്. ആളൊരു ഡോക്ടറാണ്. ഇപ്പോൾ ആൾ പി ജിൻ്റെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. തൃശ്ശൂരിലാണ് കേട്ടോ. അപ്പം അവിടെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് നിന്നിട്ട് പഠിക്കുകയാണ് അവിടുന്ന്. അപ്പം ഇന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം അവൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാനുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കൊടുത്തയക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് കണ്ടാലോ. ചായ ഉണ്ടാക്കിയിട്ടോ, പോയി നോക്കാം. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ചിക്കനും റൈസൊന്നും കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും അതൊക്കെ കിട്ടിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഉച്ചയ്ക്കാകുമ്പോഴത്തേക്കും പോകണം എന്നാണ് അമ്മ പറയണത്. പോയി നോക്കട്ടെ. അപ്പോഴേക്കും സെൻസസ് എടുക്കാനുള്ള ആളാണ് കേട്ടോ വന്നത്. അപ്പോൾ അമ്മ പുട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിനി ബിരിയാണീൻ്റെ കാര്യങ്ങൾ നോക്കാം. അത് ഹസ്ബൻഡ് എണീറ്റ് വന്നിട്ടുണ്ട്. ഗൈസ്, ഞാൻ താഴെ എത്തിയപ്പോഴേക്കും അമ്മ പ്ലാൻ മാറ്റി. ചിക്കൻ ഇഷ്ടു നെയ്ച്ചോറും പത്തിരിയും ഒക്കെ ആക്കാമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള സെറ്റിങ്സ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തൂസ് എനിക്ക് കണ്ണെരിഞ്ഞിട്ട് ഹെൽമെറ്റ് തന്ന് സഹായിക്കുന്നു ഗൈസ്. അമ്മ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഇത്തൂസ് വീഡിയോ എടുക്കാമെന്നാണ് പറയുന്നത്. ഞാൻ ഓർത്ത് കൊടുത്തു നോക്കട്ടെ എന്താ ഉണ്ടാവാൻ പോകുന്നത്. ചെറുതായിട്ട് ക്യാമറ മാറ്റി കിട്ടി കഴിഞ്ഞു. ഇവിടെയാണ് ക്യാമറ. അങ്ങനെ വിളിക്കാം. വീഡിയോ വരുന്നേ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. എന്നിട്ട് ഞങ്ങൾ വീഡിയോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ പറ്റി പറഞ്ഞോ. അയ്യോ, ഹെൽമെറ്റ് വെച്ച് ഉള്ളി എരിയാം കേട്ടോ. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഉള്ളി എരിയാൻ വിചാരിച്ചു. അപ്പോൾ ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത്തൂസ് ഹെൽമെറ്റൊക്കെ വെച്ച് ഫോൺ എടുത്തിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, ഹെൽമെറ്റ് ഇളക്കി താത്തുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ചിക്കൻ ഇഷ്ടു, നല്ല ക്രീമി ചിക്കൻ ഇഷ്ടമാണ് കേട്ടോ. പത്തിരി, നെയ്ച്ചോറ്, പായസം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിത് പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് കാണാം. അതാണ് കേട്ടോ ഇവിടുത്തെ മേമേൻ്റെ വീട്. മേമ കിങ്ങിണിക്ക് കൊണ്ടുപോകാൻ ചക്കയൊക്കെ റെഡിയാക്കിയെന്ന് വെച്ചെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോവാണ് അച്ഛനും മോളും കൂടെ. അച്ഛനും മോളും എപ്പോഴും അടിയാണ് ഗൈസ്. ക്ലോസ് ഫ്രണ്ട്സാണ് ഗൈസ്. ഞാൻ ആകെ നനഞ്ഞു. ആക്ച്വലി അമ്മ പോയി. അമ്മനെ അവിടെ എള്ളാത്തപ്പടി എന്ന് പറയും, അവിടെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. വരുന്ന വഴിക്ക് ഭയങ്കര മഴ. ഏകദേശം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കോട്ടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ കോട്ടിടാൻ നിൽക്കുമ്പോഴേക്കും ഏതായാലും നനയും. അപ്പം പിന്നെ കോട്ടിടാൻ നിന്നില്ല, വേഗം ഇങ്ങോട്ട് പോകുന്നു. അപ്പോഴേക്കും ആകെ നനഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റൊന്ന് ഏതായാലും നനഞ്ഞില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അടിച്ച് വരി ഞാൻ വേഗം കുളിക്കട്ടെ. എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വേണം മോളെ കുളിപ്പിക്കാൻ. വേറെ കുറേ പണികൾ ഞാൻ വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും നാളെ സൺഡേ ആയതുകൊണ്ട് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടോ. ഓക്കെ, അപ്പോൾ കുളിച്ചിട്ട് വരട്ടെ. ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. ഇനി ഞാൻ താഴെ പോയിട്ട് വേഗം ഇത്തൂസിനെ കുളിപ്പിക്കട്ടെ. എന്ന് ലേറ്റായി പോയിട്ടോ. അപ്പോൾ അത് ചെയ്യട്ടെ. എന്നിട്ട് വേഗം ഫുഡ് കൊടുക്കട്ടെ. അച്ഛനും വെയിറ്റിങ്ങിനാണ്, ഇത്തൂസും വെയിറ്റിങ്ങിനാണ്. അപ്പോൾ അവൾ ആദ്യം പോയി കുളിപ്പിക്കട്ടെ. ഓക്കെ, ഇത്തൂസിനെ കുളിപ്പിച്ച് അവൾക്ക് ചോറ് കൊടുക്കണം കേട്ടോ.
ഞാനും കഴിക്കുകയാണ്. അച്ഛനിപ്പോൾ വേണ്ട പറഞ്ഞു, അച്ഛൻ കുറച്ച് വേണ്ടി കഴിച്ചോളാം പറഞ്ഞു. അപ്പം എന്നാൽ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് കാണാം. ഹായ്. അപ്പം ഞാൻ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നാണ്. മോൾ ഉറങ്ങാൻ വേണ്ടി വന്നില്ല. അവൾ പാപ്പൻ്റെ അടുത്ത് പോയിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ അവളെപ്പോഴൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട. ഏട്ടൻ വിളിച്ചിരുന്നു, ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരേക്കും ബായ്.